റൂൾ 50 സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത് മുതൽ വറുതിയിലായ മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ ആനുകൂല്യം വിതരണം ചെയ്യാത്തത് മൂലം മത്സ്യത്തൊഴിലാളി സമൂഹത്തിൽ ഉളവായിരിക്കുന്നതായി പറയപ്പെടുന്ന ആശങ്കയും ബുദ്ധിമുട്ടുകളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ ശ്രീ സജി ചെറിയാൻ, ശ്രീ കെ രാജൻ, പി കെ പ്രവീൺ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 അനുസരിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി. സർ, സംസ്ഥാനത്ത് 1988 മുതൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി വരുന്നുണ്ട് സർ. അത് ആദ്യം 47 ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 52 ദിവസമാക്കി 2018 മുതൽ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് സർ. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് ഈ വർഷം ട്രോളിംഗ് നിരോധനമുള്ളത് സർ. ഈ ട്രോളിംഗ് നിരോധന കാലത്ത് നമ്മൾ പഞ്ഞകാലം എന്നറിയപ്പെടുന്ന ഈ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം നമ്മൾ അവരെ സഹായിക്കാറുണ്ട് സാർ. അതുപോലെ തന്നെ സൗജന്യ റേഷൻ നൽകി നമ്മളവരെ സഹായിക്കാറുണ്ട് സാർ. നമ്മുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽപ്പെടുത്തി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1500 രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ 1500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ 1500 രൂപയും ഉൾപ്പെടെ മൊത്തം 4500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും സാർ. ഫ്രീ റേഷനെ സംബന്ധിച്ച് സാർ അതിൻ്റെ ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഫിഷറീസ് ജില്ലാ ഓഫീസർക്കും അതുപോലെ തന്നെ സപ്ലൈ ഓഫീസർക്കും അതിൻ്റെ ഉത്തരവുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിതരണം ഉടൻ ആരംഭിക്കുകയും ചെയ്യും സാർ. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാർ ആദ്യ ഗഡു നൽകാറ്. ഇപ്പോൾ ജൂൺ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗഡു നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സാർ. ഇനി അടുത്ത ഗഡു എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് കിട്ടുന്ന മുറയ്ക്ക് സാധാരണയായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് ഓഗസ്റ്റ് വരെ പോയിട്ടുണ്ട് സാർ. അതിനു മുമ്പ് നമുക്ക് അടുത്ത മാസം തന്നെ വിതരണം ചെയ്യാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അനുമതി കിട്ടിയാൽ അതും വിതരണം ചെയ്യാൻ സാധിക്കും സാർ. അതുകൊണ്ട് അവതാരകനെ കേട്ടതിന് ശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ സാർ. ഓക്കെ സാർ. അത്യാവശ്യം പറയാനുണ്ടെങ്കിൽ അത് സെന്റൻസ് പറഞ്ഞു തീർക്കും. അല്ല സാർ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ ഒരു മറുപടി പറയേണ്ടി വരും. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന നിലപാടാണ് സാർ ഈ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി തന്നെ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും സ്വീകരിക്കും സാർ. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് അറിയിക്കുന്നു സാർ. ശ്രീ സജി ചെറിയാൻ. സർ, അടിയന്തര പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രമേയം കൊണ്ടുവരുന്നത്. ഒരു ഗവൺമെൻറ് വന്ന് 1.5 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണ നിലയിൽ ആയി തീരുമെന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക്. പക്ഷേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഏതാണ്ട് 10 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളും കേരളത്തിലുണ്ട്. വളരെയേറെ ദുർബലമായ ഒരു ജനവിഭാഗമാണ്. കടലിനോട് മല്ലടിച്ച് ജീവിക്കുന്ന ഈ വിഭാഗത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ്റുള്ളത്. മറ്റെല്ലാ മേഖലകളേക്കാൾ വ്യത്യസ്തമാണ് സാർ. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം ഏർപ്പെട്ട സമയമായതിനാൽ ഉപജീവനത്തിനായി വളരെയേറെ പ്രയാസപ്പെടുകയാണ്. ഈ പഞ്ഞമാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അത്യന്തം ദുഷ്കരമായിരിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മത്സ്യക്കുറവ് വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട് സാർ. കടലിൽ പോകാൻ കഴിയാതിരിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. എന്നാൽ അവരെ വറുതി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ട സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ആശ്വാസം നൽകേണ്ട നടപടികൾ സർക്കാർ അടിയന്തരമായി നിറവേറ്റണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന 52 ദിവസം 4500 രൂപ വീതം ധനസഹായവും സൗജന്യ റേഷനും നൽകുമായിരുന്നു നേരത്തെ. കഴിഞ്ഞ സർക്കാർ ഈ 4500 രൂപ 6000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം ഗുണഭോക്തൃ വിഹിതം, സംസ്ഥാന സർക്കാർ വിഹിതം, കേന്ദ്ര സർക്കാർ വിഹിതം എന്നിവ തുല്യമായി സംയോജിപ്പിച്ചാണ് 6000 രൂപ നൽകുന്നത്. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിൻ്റെ കാരണം. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 1500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്.
സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. സംസ്ഥാനത്ത് 82 കോടി രൂപയാണ് സാർ 1.47 ലക്ഷം തൊഴിലാളികളിൽ നിന്ന് നമ്മൾ വിതരണം ചെയ്യേണ്ടത്. മീൻപിടുത്ത സീസൺ അല്ലാത്ത മെയ് മുതൽ ജൂലൈ വരെ തൊഴിലാളികൾക്ക് 3 ഗഡുവായി 6000 രൂപയാണ് നൽകേണ്ടത്. 2016 വരെ മുൻ UDF സർക്കാർ 2700 രൂപയാണ് നൽകിയിരുന്നത്. എന്നാൽ LDF സർക്കാർ 2016 വന്നപ്പോൾ 2700 4500 രൂപയായും പിന്നീട് രണ്ടാം ഗവൺമെൻറ് വന്നപ്പോൾ അത് 6000 രൂപയായിട്ട് ഉയർത്തി സാർ. ഇത് വിതരണം ചെയ്യാതെ ഈ സീസണിൽ അവരെ പട്ടിണിക്കിടുന്ന ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാർ കാണിക്കുന്നത്. പട്ടിണിയും പരിവട്ടവുമായി ജീവിതം തള്ളി നീക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിച്ചു വരുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് ഈ സർക്കാർ എന്ത് ന്യായമാണ് പറയാനുള്ളത്? സാർ, ഈ സഭയിൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് ഗുണഭോക്തൃ വിഹിതമായി സമാഹരിച്ച 1500 രൂപയെ സംബന്ധിച്ചാണ് ഇപ്പോഴും വീണ്ടും ഇവിടെ വിശദീകരിച്ചത്. സാർ, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് കൊടുക്കേണ്ട പണത്തെ സംബന്ധിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രഷറി നിയന്ത്രണം എന്ന പേര് പറഞ്ഞ് ഫിഷറീസ് വകുപ്പ് ഈ ഉത്തരവാദിത്തം മാറി നിൽക്കുന്നു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി 26-27 പ്രകാരം മറൈൻ ജില്ലകളിൽ 1,33,392 ഗുണഭോക്താക്കളിൽ നിന്ന് സാർ ഫിഷറീസ് വകുപ്പ് 18,98,87,000 രൂപയും ഇൻലാൻഡ് ജില്ലകളിലെ 13,142 ഗുണഭോക്താക്കളിൽ നിന്ന് 1,83,23,000 രൂപയും ഉൾപ്പെടെ 20,82,10,000 രൂപ ഇതിനൊക്കെ വിഹിതമായി സ്വീകരിച്ചിട്ടുണ്ട് സാർ. ആ പണത്തിൽ ആ വിഹിതത്തെ സംബന്ധിച്ചാണ് അങ്ങ് പറഞ്ഞത്. അതിന് ഞാൻ നിഷേധിക്കുന്നില്ല, അത് കൊടുത്തത് നല്ല കാര്യം. ഇന്നലെ റേഷൻ അനുവദിക്കാൻ വേണ്ടി പണം അനുവദിച്ച നല്ല കാര്യം. അതിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്, അതൊന്നും ഞാൻ കുറ്റം പറയല്ല. പക്ഷേ ബാക്കി പണത്തെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. സംസ്ഥാന വിഹിതം കേന്ദ്ര വിഹിതവും കൂടി കിട്ടിയതിന് ശേഷം കൊടുക്കുമെന്ന് അങ്ങ് പറഞ്ഞു. സാർ, കേന്ദ്ര വിഹിതം ഈ കഴിഞ്ഞ ഒരു ഘട്ടത്തിലും സമയത്ത് കിട്ടിയിട്ടില്ല. BJP ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ പോലും നമ്മളെ സഹായിച്ചില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ? സംസ്ഥാനം ആ പണം കൂടി കണ്ടെത്തിയിട്ട് ഫിഷർമാൻ സമൂഹത്തിന് കൊടുക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച. കഴിഞ്ഞ 5 വർഷവും അങ്ങനെ തന്നെയാണ് കൊടുത്തെന്ന് ഉത്തരവാദിത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ, രണ്ടാമത്തെ പ്രശ്നം വിവിധ ഞാൻ പറഞ്ഞ ഷിബു, മത്സ്യത്തൊഴിലാളികൾ വിവിധ ധനകാര്യ സ്ഥാപനത്തിൽ എടുത്തിട്ടുള്ള വായ്പകൾ ഉള്ള മോണിറ്റോറിയം അത് സംബന്ധിച്ച് ഒരു അനുകൂല തീരുമാനം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് സാർ. സാർ, ഇവിടെ ചില ആശങ്കകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ചില കാര്യങ്ങൾ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ച് ഞാൻ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി അത് സീരിയസ് ആയി കേട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാർ, 73 കോടി രൂപ ബഡ്ജറ്റിൽ കുറച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി വിദ്യാഭ്യാസ മേഖല സാർ 35 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖല കുറച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണേണ്ട വിദ്യാധീരം പദ്ധതി ഏറ്റവും ഫലപ്രദമായി കഴിഞ്ഞ കൊണ്ട് നടപ്പാക്കി. സാർ, 106 ഡോക്ടർമാർ കേരളത്തിൻ്റെ തീരമേഖലയിൽ ഫിഷർമെൻ സമൂഹത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തനമാണ് വിദ്യാധീരം പദ്ധതി പ്രകാരം നമ്മൾ നടപ്പാക്കിയത്. സാർ, അവിടെയാണ് 35 കോടി ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. സാർ, പഞ്ചമാസ സഹായത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യം 44 കോടി രൂപ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യകൃഷി വികസനത്തിന് 40% കുറവ് വരുത്തിയിട്ടുണ്ട്. സാർ, പുനർവേഗം പദ്ധതിക്ക് അങ്ങ് പൈസ വെച്ച് 24 കോടി കുറച്ച് വെച്ചു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ആ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി. പുനർവേഗം കേരളത്തിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന ആശങ്ക ഫിഷർമാൻ സമൂഹത്തിലുണ്ട്. സാർ, ഏറ്റവും മാതൃകാപരമായി നടത്തിയൊരു പദ്ധതിയാണ് അത്. വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലും വല്ലാത്ത പ്രയാസത്തിലും ഫിഷർമാൻ സമൂഹത്തെ മാറ്റുകയാണ്. സാർ, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം, കടലാക്രമണം, ഇന്ധനവിലയുടെ വർധനവ്, മത്സ്യ ലഭ്യതയുടെ കുറവ്, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് സാർ തീരദേശം കടന്നു പോകുന്നത്. സാർ, 50 കോടി രൂപ അങ്ങ് അധികമായി പ്രഖ്യാപിച്ചു. സാർ, ഈ പ്ലാൻ ഔട്ടിലെ മുഴുവൻ വായിച്ചിട്ടും ഈ 50 കോടി കാണുന്നില്ല സാർ. അതൊരു വാഗ്ദാനം മാത്രമായി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫിഷർമാൻ സമൂഹത്തോട് നീതി കാണിച്ചില്ല എന്ന് വീണ്ടും പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. സാർ, അങ്ങയുടെ മിഷൻ സമുദ്ര പോലുള്ള പദ്ധതികൾക്ക് 400 കോടി രൂപ അങ്ങ് പ്രഖ്യാപിച്ചു. വൻ പദ്ധതികൾ മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കോടിക്കണക്കിന് രൂപ പ്രഖ്യാപിച്ചു. ഇത്തരം പദ്ധതികളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് ഫിഷർമാൻ സമൂഹത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, LDF ഗവൺമെൻറ് കാലത്ത് ഏറ്റവും മികച്ച മറൈൻ സ്റ്റേറ്റ് ആയിരുന്നു ഈ കേരളം. ഏറ്റവും മികച്ച മറൈൻ ഡിസ്ട്രിക്ട് അങ്ങയുടെ ജില്ലയായ കൊല്ലമായിരുന്നു. ഞാൻ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തുടരണം. അത് തുടരണമെങ്കിൽ ഈ സമൂഹത്തോട് നീതി കാണിക്കണം. സാർ, ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി കോറിഡോർ ആലപ്പുഴ
ധാതു സംസ്കരണത്തിന്റെ അപൂർവ ധാതുക്കളുടെയും കേന്ദ്രം കൊല്ലം, കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബ് തിരുവനന്തപുരം. സാർ, ഇതെല്ലാം കടലുമായി ബന്ധപ്പെട്ട്, കായലുമായി ബന്ധപ്പെട്ട്, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഈ ആശങ്കയാണ് ഞാനിവിടെ വീണ്ടും അറിയിക്കുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി നമ്മൾ യാഥാർത്ഥ്യമാക്കി സാർ. നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഒപ്പിട്ട് സമ്മതിച്ചു. ഞങ്ങളുടെ കാലത്ത് അതിൻ്റെ ആദ്യത്തെ ഭാഗം പൂർണ്ണമായി. സാർ, അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള 10 പൈസ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഏറ്റവും മാതൃകാപരമായി അന്ന് നിർദ്ദേശ പുനരധിവാസം നടപ്പാക്കി വന്നൊരു ഗവൺമെൻറ്റാണ്. സാറിൻ്റെ ബഡ്ജറ്റിൽ 10 പൈസ ആ വിഴിഞ്ഞം പുനരധിവാസത്തിന് വേണ്ടി കാണുന്നില്ല എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് സാർ. അവസാനിപ്പിക്കാം, ഒറ്റ കാര്യം കൂടെ അവസാനിപ്പിക്കാം സാർ. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ മാരിടൈം സമ്പദ് വ്യവസ്ഥ പ്രഖ്യാപിച്ച് തീരത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന ആശങ്കയാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഞാൻ ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പോകല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ വന്നിരിക്കുന്ന ഈ ആശങ്കയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി. ഈ ആശങ്ക ദൂരീകരിക്കാൻ എത്രയും വേഗം കേന്ദ്രത്തിന്റെ പണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതുകൂടി ഉൾപ്പെടുത്തി ഈ പണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന് വിനയപൂർവ്വം ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് 6000 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 4500 എന്നുള്ളത് 6000 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സാർ, 10 വർഷത്തെ ഭരണത്തിന് ശേഷം കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പ് മാർച്ചിലാണ് 6000 രൂപയായി വർദ്ധിപ്പിച്ചത് സാർ. ഇനി അതിൻ്റെ ആ പദ്ധതി ഇനി വരുന്ന വർഷങ്ങളിൽ ഗുണഭോക്തൃ ഗഡുവായ 2000 രൂപ മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് വാങ്ങണം, 2000 രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കണം, 2000 രൂപ കേന്ദ്ര സർക്കാർ തരുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സാർ. മിക്കവാറും ആ 500 രൂപ കൂടി സംസ്ഥാന സർക്കാർ വഹിച്ചാൽ മാത്രമേ ഈ 6000 രൂപയെ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം സാർ. അപ്പോൾ ഈ 1500 രൂപ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ശേഷം ഇവിടെ ഒരുമിച്ചാണ് 2 ഗഡുവും കൂടി കൊടുക്കാറ്. തീർച്ചയായിട്ടും അത് ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി മുമ്പോട്ട് പോകുന്നതാണ് സാർ. പിന്നെ ഇവിടെ ഭവന പദ്ധതിയുടെ കാര്യം പറഞ്ഞു സാർ. തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസാധാരണമായ ഒരു ബഡ്ജറ്റാണ് സാർ. SC/ST അവർക്ക് കിട്ടിയ സബ് പ്ലാനിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്കാണ് സാർ ബഡ്ജറ്റിൽ ഒരു സബ് പ്ലാൻ ഇവിടെ ലഭിച്ചത് സാർ. 50 കോടി അതിൽ ലഭിക്കുകയും അതിൽ പ്രത്യേകമായി ഭവന പദ്ധതികൾക്ക് വേണ്ടി പ്രത്യേകമായി വിഭാവനം ചെയ്തിട്ടുണ്ട് സാർ. തീർച്ചയായിട്ടും അതിൻ്റെ രൂപരേഖ തയ്യാറാക്കി വരികയാണ്. തീർച്ചയായിട്ടും ആ പ്രത്യേകമായ ഭവന പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകും സാർ. അതുപോലെ തന്നെ മണ്ണെണ്ണയുടെ സബ്സിഡി സാർ. മണ്ണെണ്ണയുടെ സബ്സിഡി 10 വർഷം 25 രൂപയായിരുന്നു സാർ. പോകുന്ന സമയത്താണ് സാർ 50 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചത് സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യം ചെയ്തത് ഈ ബഡ്ജറ്റിൽ ആദ്യത്തെ വർഷം തന്നെ അത് 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു സാർ. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങനെ നമുക്കൊരു കീഴ്വഴക്കമുണ്ടോ? അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ, ചോദിച്ചോളൂ. വഴങ്ങിയത് കൊണ്ട് ഞാൻ വളരെ വാചാലമായി അല്ലെങ്കിൽ അന്നത്തെ ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്. 2700 4500 ആക്കി വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ കേരള ചരിത്രത്തിൽ മത്സ്യത്തൊഴിലാളികൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 1350 രൂപ ഇത് തണൽ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തത് നിർത്തലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് അത് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? മിനിസ്റ്റർ, സാർ പുതിയ ബഡ്ജറ്റിൽ പുതിയ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് സാർ. അതുപോലെ തന്നെ തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് സാർ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴുള്ള പദ്ധതികൾ പരിഷ്കരിച്ചുകൊണ്ട് പുതിയ കോഴ്സുകൾ കൂടി അത് ലഭിക്കുന്നതിനുള്ള നടപടികൾ കൂടി നമ്മൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാർ. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സാർ ഇന്നലെ വെട്ടുകാട് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ കാണാതായി സാർ. ഇന്നലെ തന്നെ സെർച്ച് ചെയ്ത് ഇന്ന് രാവിലെ നമ്മൾ അവരെ റെസ്ക്യൂ ചെയ്ത് 9:20 നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നു സാർ. കൃത്യമായ പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന പ്രവൃത്തികൾ സർക്കാർ ചെയ്തു വരികയാണ് സാർ. അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയം സഭ നിരാകരിക്കണമെന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ നോട്ടീസിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട അംഗം പോയതുകൊണ്ട്
ധനകാര്യ വകുപ്പിനെ കൂടെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത്. സർ, ഇവിടെ പ്ലാനിലില്ല എന്നാണ് പറയുന്നത്. ഇത് ബജറ്റ് മറുപടിയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. നമ്മൾ ബജറ്റിൽ പ്ലാനിൻ്റെ തുക 5000 കോടി രൂപ കുറച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എല്ലാ വകുപ്പിലും കുറച്ചിട്ടുണ്ട്. പക്ഷെ മത്സ്യ SC/ST വകുപ്പിലും ഫിഷറീസ് മേഖലയിലും ആ തുക കുറയാതിരിക്കാൻ വേണ്ടി അഡീഷണലായിട്ട് പൈസ അനുവദിച്ചു. അതായത് 35,000 കോടി രൂപയായിരുന്നു പ്ലാനെങ്കിൽ SC/STക്ക് എത്ര രൂപ കൊടുക്കും? അത്രയും കോടി രൂപ അഡീഷണലായിട്ട് കൊടുത്തു. ഫിഷറീസിൽ 50 കോടി രൂപ അഡീഷണലായിട്ട് വെച്ചു. അദ്ദേഹം 73 കോടി രൂപയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ വേറെ ഏത് കാര്യവും ഫിഷറീസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾ പൂർത്തിയാക്കണതിന് അഡീഷണൽ ഓതറൈസേഷനോ മറ്റ് നടപടിക്രമങ്ങളോ സപ്ലിമെൻ്ററി ഉപയോഗിച്ചോ മുഴുവൻ പൈസയും കൊടുക്കും. ഒരെണ്ണത്തിലും ഒരു കുറവും വരില്ല. ഒരു കാര്യത്തിലും മത്സ്യത്തൊഴിലാളി മേഖലയായിട്ട് ഒരു കുറവ് വരില്ല. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫിഷറീസ് സപ്ലൈ നടപ്പാക്കാൻ SC/ST മോഡൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റികളിൽ ഒന്നാണ് തീരദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ കാലാവസ്ഥാ വ്യതിയാനം, മത്സ്യലഭ്യതയുടെ കുറവ്, തീരദേശത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ ഇടിവ്, ഇതൊക്കെ പരിഹരിക്കപ്പെടണം. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം ഒരു കാര്യം 2016 മുതൽ 5000 കോടി രൂപയുടെ ഒരു തീരദേശ പാക്കേജ് പ്രഖ്യാപിച്ചു. നാമമാത്രമായ തുകയാണ് ചെലവാക്കിയത്. ഓക്കിക്ക് ശേഷം പ്രഖ്യാപിച്ച 2000 കോടി രൂപയുടെ പാക്കേജ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഒരു കാര്യം നടപ്പാക്കിയിട്ടില്ല. അതിന് മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞു. ഞാൻ തന്നെ ഈ നിയമസഭയിൽ ഒരുപാട് കാര്യം, കാരണം 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. പിന്നീട് അത് 120 രൂപ 130 രൂപയായി. അപ്പോഴും 10 കൊല്ലക്കാലം ആ 25 രൂപ തന്നെയായിരുന്നു ആ മണ്ണെണ്ണയുടെ സബ്സിഡി. 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പിന്നെ പോണ പോക്കിൽ ഒരുപാട് കാര്യം ചെയ്തതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ അവസാനം ആ 50 രൂപ ആക്കിയെന്ന് പറഞ്ഞു. നമ്മളത് 75 രൂപ ആദ്യം ഞങ്ങളുടെ ഭരണം തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ 75 രൂപ മണ്ണെണ്ണയ്ക്ക് ആക്കുന്നത്. മാത്രമല്ല അവരുടെ മത്സ്യബന്ധന യാനങ്ങൾ അത് മറ്റു തരത്തിൽ അത് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഓയിൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ചർച്ച നടത്തുന്നുണ്ട്. ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തതിനേക്കാൾ 2020-21 കൂട്ടിയെന്ന്. എന്താ കാര്യം? 2020-21 സാമ്പത്തിക വർഷം മുതൽ ഈ പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയിൽ ഉൾപ്പെടുത്തി ലൈവ്ലിഹുഡ് ആൻഡ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ഫോർ സോഷ്യോ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആക്റ്റീവ് ട്രഡീഷണൽ ഫിഷേഴ്സ് ഫോർ കൺസർവേഷൻ ഓഫ് ഫിഷറീസ് റിസോഴ്സ് ഡ്യൂറിംഗ് ബാൻ ആൻഡ് ലീൻ മന്ത്സ് എന്നായി പുനർനാമകരണം നടത്തി. ബ്ലൂ റെവല്യൂഷൻ സ്കീമിൻ്റെ അതേ മാനദണ്ഡപ്രകാരം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നു. കേന്ദ്ര പ്രോജക്റ്റിൻ്റെ കൂടി ഭാഗമായിട്ട് അത് മാറി. അത് താമസം ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇതെല്ലാ പൈസയും കൂടി ആദ്യം കൊടുക്കുക. ഇത് ജൂണാണ് അല്ലേ? ജൂൺ മാസത്തിൽ ഈ 4500 രൂപയും കൊടുക്കുമോ? ഇല്ല. ജൂൺ മാസത്തിൽ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് 10/6/2026. ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്ന് ഈ മാസം 10-ാം തീയതി, ജൂൺ 10-ാം തീയതി ഉത്തരവ് കൊടുത്തു. അതിനുള്ള പൈസ ജില്ലാ ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ പണം കൊടുക്കും. അടുത്ത മാസം ആകുമ്പോഴേക്കും സർക്കാരിൻ്റെ വിഹിതം കൊടുക്കും. ഒരു കാരണവശാലും 1 രൂപയുടെ പോലും കുറവ് ഒരു മാസവും വരുത്തില്ല. അതിനാവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. ഇവിടെ കൊടുക്കാതിരുന്നു എന്നുള്ള ഈ നോട്ടീസിലെ പരാമർശം തെറ്റാണ്. കൊടുക്കാതിരുന്നിട്ടില്ല. ആദ്യത്തെ ഗഡു അവരുടെ കോൺട്രിബ്യൂഷൻ്റെ പൈസ കിടക്കുകയാണ്, ബാങ്കിൽ കിടക്കുകയാണ്, ട്രഷറി അഡ്ജസ്റ്റ്മെൻറ്റ്സാണ്, അവരുടെ പൈസ കിടക്കുകയാണ്. ഇപ്പോഴേ എടുത്ത് ട്രഷറിയിലേക്ക് സംസ്ഥാന വിഹിതം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കുമോ? ഏതെങ്കിലും ധനകാര്യമന്ത്രിമാർ കൊടുക്കുമോ? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ ഈ മാസം ട്രാൻസ്ഫർ ചെയ്യോ? എന്തായി പറയുന്നത്? അടുത്ത മാസം കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട തലേ ദിവസം ട്രഷറി അത് ട്രാൻസ്ഫർ ചെയ്യും. ആ ജില്ലാ ഓഫീസുകളിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതം ട്രാൻസ്ഫർ ചെയ്യും. ഇനി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം വരാൻ വൈകിയാൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അത് വരുന്നത് വരെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആ പൈസ കൊടുക്കും. ഒരു കുറവും ഒരു മത്സ്യത്തൊഴിലാളിക്കും ഈ സ്കീമിൽ 1 രൂപയുടെ വരുത്തൂല. ഇപ്പോൾ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇവിടെ ഇല്ല. ഒരു ടെൻഷനുമില്ല. ഈ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ആദ്യ മാസത്തെ ജില്ലാ ഓഫീസുകളിൽ ആ പൈസ എത്തി അതിൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും മത്സ്യബന്ധനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെയും വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസ് അവതരണാനുമതി നിഷേധിക്കുന്നു. ബഹുമാനായ സജി ചെറിയാൻ അവതരിപ്പിച്ച വിഷയം അത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചു എന്നതാണ് നൽകിയ മറുപടികളൊക്കെ കാണിക്കുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ അങ്ങ് ദയവായിട്ട് അങ്ങ് അത് ഉണ്ടായി. അങ്ങ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. അത് പാടില്ലല്ലോ. മറ്റൊരു മന്ത്രിക്ക് കഴിവുകേടുണ്ട് എന്ന് അങ്ങേപ്പോലൊരാൾ സഭയിൽ പാടില്ലാത്തൊരു കാര്യം നടന്നാൽ അത് വിട്ടുകളാ. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി. ബഹുമാന്യനായ ഫിഷറീസ് മന്ത്രിക്ക് കഴിവുകേടുണ്ടെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇടപെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ലാലോ. അങ്ങേക്ക് പ്രൊസീഡ് ചെയ്യാം. അങ്ങനെ ഇടപെടാൻ പാടുണ്ടോ? അങ്ങ് പ്രൊസീഡ് ചെയ്തോളൂ. അങ്ങനെ ദയവായിട്ട് പ്ലീസ് സഭ ഓർഡറിലാക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾ ഇരിക്കൂ. അദ്ദേഹം ഹീസ് ഓൺ ഹിസ് ലെഗ്. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കുക. അതിനെ നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യണോ? അവിടെ ഇരിക്കൂ. അദ്ദേഹം സംസാരിക്കട്ടെ. ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. അടിയന്തര പ്രമേയത്തിന് പ്ലീസ് സാർ, ഞാനത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം എന്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വിട്ടുകയാണ്. അദ്ദേഹം പറയട്ടെ. അതിനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കൂ. ഞാൻ എൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നടപടി എന്ത് എന്നുള്ളത് അദ്ദേഹം പറയും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇരിക്കൂ. സാർ, ഞാൻ ആരെയും അവമാനിച്ചില്ല. അപമാനിക്കാൻ ശ്രമിച്ചത് നിങ്ങളാണ്. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അതാണ് ഇവിടെ ഉണ്ടായത്. അത് പാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. മുഖ്യമന്ത്രിക്ക് സർ, അങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം വന്ന ഘട്ടങ്ങളിലെല്ലാം പല സന്ദർഭങ്ങളിൽ പല മന്ത്രിമാരും മറുപടി കൊടുക്കുന്ന അവസരത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി, ലോ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിൻ്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് റെക്കോർഡിലുണ്ട്. ഇവിടെ ശ്രീ സജി ചെറിയാൻ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനോട് വഴങ്ങുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. ആ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു വിഷയമാണ് ശ്രദ്ധയിൽ പഴയ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മറുപടി വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ കാര്യം വളരെ വൃത്തിയായിട്ട് പറഞ്ഞു. അത് ഒരിക്കലും അങ്ങയെ പോലുള്ള ഒരാൾ ആ ഫിഷറീസ് മന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അങ്ങ് ഇവിടെ ഈ സഭയിൽ നടത്തിയ പരാമർശം അങ്ങ് പിൻവലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് സഭാ നടപടികളിൽ നീക്കം ചെയ്യണം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ആദ്യം കാണേണ്ടത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് പാർലമെൻ്ററി കാര്യമന്ത്രിയോ നിയമമന്ത്രിയോ ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നയാളുടെ സംസാരം അവസാനിച്ചതിന് ശേഷമാണ്. അതല്ല ഇവിടെ ഉണ്ടായത്.
ഞാൻ ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല കഴിവുറ്റ ഒരാളാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഒരു പുതിയ മന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് നേരത്തെ മന്ത്രിയായിരുന്ന ഒരാൾ ഇപ്പോൾ പുതുതായിട്ട് വന്നയാൾക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമാറുള്ള ഒരു ഇടപെടൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഫിഷറീസ് മന്ത്രിക്ക് കഴിവില്ല എന്നല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ ഏതായാലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ നോക്കിയാലും നമ്മുടെ കടലിൻ്റെ മക്കൾ വല്ലാത്ത ആശങ്കയിലാണ്. കാരണം കടല് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് ഏറ്റവും പ്രധാനം. സർ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ ഒരു കാലത്തും ദാരിദ്ര്യം വിട്ടുമാറാത്തൊരവസ്ഥയിൽ കഴിയുന്നൊരു വിഭാഗമാണ്. എല്ലാവർക്കും ആ വിഭാഗത്തിൻ്റെ പ്രയാസങ്ങൾ അറിയാവുന്നതാണ്. സർ, ഈ മത്സ്യബന്ധനത്തിന് സൗകര്യമില്ലാത്ത പഞ്ഞമാസങ്ങളാകുമ്പോൾ, ട്രോളിംഗ് നിരോധനവും കൂടി വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവരെ സഹായിക്കാൻ തയ്യാറാകാറുണ്ട്. ട്രോളിംഗ് നിരോധനം മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, കടൽക്ഷോഭം വരുന്ന നിലയുണ്ട്. ഇതൊക്കെ വലിയ തോതിൽ മുഴുപട്ടിണിയിലേക്ക് തന്നെ ആ വിഭാഗത്തെ എടുത്തെറിയുന്ന നിലയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ഞമാസ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്ന നില നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്നത്. സർ, ഇവിടെ അത് കൃത്യമായി നൽകിയില്ല എന്നതാണ് ബഹുമാനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ച പ്രശ്നം. സർ, മെയ് മുതൽ ജൂലൈ വരെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 3 ഗഡുക്കൾ നൽകുക എന്നതാണ് സ്വീകരിക്കുന്ന നില. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ചിലയിടത്ത് തുടങ്ങി, ചിലയിടത്ത് തുടങ്ങാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ആനുകൂല്യങ്ങൾ നൽകുമെന്നല്ലാതെ എപ്പോഴേക്ക് നൽകുമെന്ന് പറയാൻ പറ്റിയില്ല. സർ, ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ 1.5 ലക്ഷത്തോളം തൊഴിലാളികൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഉള്ളതാണ്. ഈ ഗുണഭോക്തൃ വിഹിതം ഒടുവിൽ കിട്ടിയിട്ടുള്ളത് 21 കോടിയോളം രൂപയാണ്. സർ, ഈ പറഞ്ഞതുപോലെ ഗുണഭോക്തൃ വിഹിതവും സംസ്ഥാന സർക്കാർ വിഹിതവും കേന്ദ്ര വിഹിതവും 1500 രൂപ വീതമാണ് കണക്കാക്കിയിട്ടുള്ളത്. രൂപ ധനസഹായം നൽകുന്നത് 6000 രൂപയായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഈ തുക കൃത്യമായി വിതരണം ചെയ്തില്ല എന്നതാണ് ബഹുമാനനായ സജി ചെറിയാൻ ഇവിടെ ഉന്നയിച്ചത്. ഈ വിതരണം ചെയ്യാതിരിക്കൽ പാവപ്പെട്ടവരുടെ വയറ്റത്തടിക്കുന്ന ഒരു നടപടിയാണ്. സർ, എല്ലാ കാലത്തും കേന്ദ്രവിഹിതം വൈകാറുണ്ട്. വൈകുന്നു എന്നുള്ളത് കൊണ്ട് അത് നൽകാതിരിക്കുന്ന നിലയല്ല സ്വീകരിക്കാറ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അത് വഹിച്ചുകൊണ്ട്, കേന്ദ്രവിഹിതം കൂടി വഹിച്ചുകൊണ്ട് കൊടുക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ എപ്പോൾ കൊടുക്കുമെന്ന് കഴിഞ്ഞ 24-ന് ചോദ്യം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി, ഫീലിംഗ് തൊഴിലാളി ഇതെല്ലാം ട്രോളിംഗ് നിരോധന ഘട്ടത്തിൽ വലിയ തോതിൽ വിഷമമനുഭവിക്കുന്നവരാണ്. അതിൻ്റെ എല്ലാം ആശ്വാസം അവർക്കെല്ലാം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ റേഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത്. ട്രോളിംഗ്
നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമ്പോൾ ട്രോളിംഗ് നിരോധന ഘട്ടം, ആ ഘട്ടത്തിൽ തൊഴിലാളിയുടെ വായ്പകൾക്ക് മൊറട്ടോറിയം സാധാരണ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. സർ, ഇവിടെ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളിക്ക് അവഗണന വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. കഴിഞ്ഞ ബജറ്റിലുള്ള കുറവിൻ്റെ കാര്യം, കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കുറവ് വന്ന കാര്യം ഇവിടെ ഉന്നയിച്ചു. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടിയും പറഞ്ഞു. സർ, ആളുകളിൽ വലിയ തോതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. ഈ പുനർഗേഹം പദ്ധതി എന്തായിരിക്കും അതിൻ്റെ ഭാവി എന്നതിൽ വലിയ ആശങ്കയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് 2652 വീടുകൾ പൂർത്തിയായതാണ്, 738 ഫ്ലാറ്റുകളും പൂർത്തിയായതാണ്. ആ പൂർത്തിയായത് തന്നെ, പക്ഷേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1271 വീടും 788 ഫ്ലാറ്റുകളും നിർമ്മാണത്തിലാണ്. ആ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആ വിവിധ ഘട്ടത്തിൽ കിടക്കുന്ന ആ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫ്ലാറ്റിൻ്റെയും വീടുകളുടെയും ഭാവി എന്തായിരിക്കും, അതിനെക്കുറിച്ച് വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല എന്നത് നാം കാണണം. പുതിയ ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ പണി പൂർത്തീകരിക്കേണ്ട ആ വീടുകൾ, ഫ്ലാറ്റുകൾ പൂർത്തീകരിക്കേണ്ടതല്ലേ? അതിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ്, മറൈൻ ആംബുലൻസ്, കടൽ സുരക്ഷ, ഇതെല്ലാം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികളാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ കാണാനില്ല. അപ്പോൾ എല്ലാ തരത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ തോതിൽ അവഗണന വരുന്നുവെന്ന ആശങ്കയാണ് തൊഴിലാളി വിഭാഗത്തിനുള്ളത്. കടൽ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപ്പെടുമോ, കുത്തകകളുടെ കയ്യിലേക്ക് പോകുമോ? അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ പ്രഖ്യാപിച്ച കപ്പൽ പാതയുടെ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത്. അതേപോലെ തന്നെ ധാതുഖനന മേഖല കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾക്ക് കടുത്ത ആശങ്ക ഉയർന്നു വരാൻ ഇടയുണ്ട്. മത്സ്യത്തൊഴിലാളി നമ്മുടെ കേരളത്തിൻ്റെ സേനയാണ്. ആ സേനയ്ക്ക് ഒരു തരത്തിലുള്ള വിഷമവും ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ്. അവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതിരിക്കണം. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട സമാശ്വാസ നടപടികൾ കൃത്യമായി നൽകുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ്. സാർ, വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്ന് ബഹുമാനപ്പെട്ട അംഗം സജി ചെറിയാൻ ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ വലിയ ആശങ്കയാണ് സാർ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 6000 രൂപ കേരളത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സമാശ്വാസ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചത് കേവലം പോകുന്ന പോക്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു നടപടി മാത്രമായിട്ട് ചുരുക്കി കാണുന്നത് വളരെ പ്രയാസകരമാണ് സാർ. കേന്ദ്ര ഗവൺമെൻറ് 1500-ൽ നിന്ന് അതിൻ്റെ വിഹിതം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സാർ, ആദ്യമായിട്ടല്ല ഒരു ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് മാറി മറ്റൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 2016 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച നടപടിക്രമങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായ ഗവൺമെൻറ് എന്ന വിധത്തിൽ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. സാർ, 2016 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ച പല നടപടിക്രമങ്ങളും തുടർന്നു വന്ന സർക്കാരാണ് കൊടുത്തത്. സാർ, 2016 മുതൽ 21 വരെയുള്ള കാലത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് 2021 മുതൽ 26 വരെയുള്ള സർക്കാരിൻ്റെ കാലത്താണ് സാർ കൊടുത്തത്. അതൊക്കെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. 6000 രൂപ കഴിഞ്ഞ സർക്കാർ പോകുന്ന പോക്കിലാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അത് കൊടുക്കാനുള്ള മാനസികാവസ്ഥയും അത് കൊടുക്കാനുള്ള നിലപാടും ഈ ഗവൺമെൻറ്റിനുണ്ടോ എന്ന് പറയുന്നതിന് പകരം അത് പ്രഖ്യാപിച്ചത് പോകുന്ന പോക്കിലാണ് എന്ന് വില കുറഞ്ഞ വിധത്തിൽ പറഞ്ഞ് അവഹേളിക്കുന്ന യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ് സാർ. ഞങ്ങളിവിടെ സൂചിപ്പിച്ച പ്രശ്നം 1500 രൂപ മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം ജൂൺ മാസം അവസാനമാണ് കൊടുത്തത്. ഇനി കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാർ തന്നില്ലെങ്കിൽ ആ പണവും കൂടി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്.
അത് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചില്ലെങ്കിൽ ജൂലൈ മാസം ആദ്യം അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. ട്രോളിംഗ് നിരോധനത്തെ പറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. സാർ, നേരത്തെ ഇത്തരത്തിൽ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസം 200 രൂപ എന്ന വിധത്തിൽ STRF ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച അനുഭവമുണ്ട്. സാർ, പുനർഗേഹം പദ്ധതി 40 കോടിയായി ബഡ്ജറ്റ് ചുരുക്കുമ്പോൾ പുതിയ ഭവന പദ്ധതി പ്രഖ്യാപിച്ചതല്ലാതെ അതിന് പണം കണ്ടിട്ടില്ല എന്ന ഗൗരവമായിട്ടുള്ള പ്രശ്നം മുമ്പിലുണ്ട്. ദീർഘമായൊരു കാലമായി കൊടുക്കാൻ പറ്റാത്ത തീരദേശ മേഖലയിലെ പട്ടയവും വീടുകളും കൊടുത്ത പുനർഗേഹവും പട്ടയവും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തിയ അനുഭവത്തിൽ നിന്ന് വിഭിന്നമായി പുനർഗേഹത്തിലെ പണം കുറയുന്നു. സാർ, ഞാനൊന്ന് അങ്ങ് ധരിച്ച സമയത്ത് തന്നെയാണ് സാർ ഞാൻ അവസാനിപ്പിക്കുന്നതും പറയുന്നതും. അങ്ങ് ഇടയിൽ കയറി നടത്തുന്ന ചില കമന്റുകൾ വളരെ മോശപ്പെട്ട വിധത്തിലുള്ള നിലപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്, ട്രോളിംഗ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, നേരത്തെ ശ്രീ രാജൻ, അങ്ങ് വോക്കൌട്ട് പ്രസംഗത്തിനകത്ത് ചെയറിനെ അവമാനിക്കുന്ന ഒരു പണി പറ്റില്ല. അങ്ങക്ക് അങ്ങയുടെ സബ്ജക്റ്റിൽ മാത്രമായി നിൽക്കാം. വോക്കൌട്ട് പ്രസംഗമാണെന്ന് ആലോചിച്ചോണം. ആ വോക്കൌട്ട് പ്രസംഗത്തിൽ ചെയ്യേണ്ട നടപടിക്രമം അങ്ങക്കറിയാം. അതിൽ നിന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ദയവായി പോകരുത്. ഞാൻ അങ്ങയുടെ ഞാൻ പറയും സാർ, അതെന്റെ അവകാശമാണ്. ഈ സഭയിലെ ഒരു അംഗത്തിന്റെ അവകാശമാണ്. അങ്ങുൾപ്പെടെ നയിക്കുന്ന ഈ സഭയുടെ എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രീകരിച്ചും പാലിച്ചുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയാൽ കൊടുക്കും എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ല് സംഭരണത്തിന്റെ വിഷയത്തിലും കേന്ദ്രം ഇതുപോലെ പണം തരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇക്കാര്യത്തിലും കേന്ദ്രം പല കാര്യത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ സമയാസമയത്ത് അത് കൊടുക്കാതെ വന്നാൽ അത് നിർബന്ധമായും കൊടുക്കുമെന്ന് ഉറപ്പാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അത് കിട്ടിയാൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നതും 6000 രൂപ പോകുന്ന പോക്കിലാണ് എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാനാകില്ല എന്ന നിലപാടെടുക്കുന്നതും നിലവിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഈ മറുപടിയിൽ അർഹമായ അളവിൽ പ്രതിസന്ധി അർഹമായ അളവിൽ തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മറുപടിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് സാർ, ഞാനും എൻ്റെ കക്ഷിയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. സാർ, ഏറ്റവും ഗൗരവപരമായ ഒരു പ്രശ്നമാണ് അടിയന്തര പ്രമേയമായി ഇവിടെ കൊണ്ടുവന്നത്. സാർ, ധനസഹായവും സൗജന്യ റേഷനും നിലച്ചതോടെ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ്. സാർ, അതുകൂടാതെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എടുത്തിട്ടുള്ള വായ്പയിന്മേൽ ട്രോളിംഗ് കാലഘട്ടത്തിൽ മൊറട്ടോറിയം അനുവദിക്കലുണ്ട്. സാർ, അതും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. സാർ, ഈ തൊഴിലാളികളുടെ പഞ്ഞമാസ ആനുകൂല്യവും സൗജന്യ റേഷനും മുടക്കിയതും മൊറട്ടോറിയം അനുവദിക്കാത്ത നടപടി മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലാഴ്ത്തിയ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട. സാർ, അത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്ത സാഹചര്യത്തിൽ ഞാൻ ഇറങ്ങിപ്പോവാണ്. സാർ, റൂൾ 285 അനുസരിച്ച് ഒരു പേഴ്സണൽ എക്സ്പ്ലനേഷന് വേണ്ടി 288 അനുസരിച്ച് ഒരു പേഴ്സണൽ എക്സ്പ്ലനേഷന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ എഴുതി തന്നിട്ടുണ്ട്. അങ്ങേക്ക് ഉന്നയിക്കാം. സർ, ഞാൻ ഇടപെട്ടതിനെ കുറിച്ച് ദുഷ്ടലാക്കോടുകൂടി പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചു. സർ, ഞാനത് ഇടപെടാൻ കാരണം അത് ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയായിരുന്നില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു തണൽ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് 1350 കോടി രൂപ കൊടുക്കുന്നത്. സർ, ഏറ്റവും ദുർബല ജനവിഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനുകൂല്യം കവർന്നെടുത്ത ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഗവൺമെന്റ് ആയിരുന്നു. അത് സ്ഥാപിക്കാനാണ്, അതിനുവേണ്ടിയാണ് സാർ ഞാൻ എഴുന്നേറ്റ് നിന്നത്. തൊഴിൽ വകുപ്പിന്റെ പദ്ധതി ആയിരുന്നതുകൊണ്ട് ഫിഷറീസ് വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത പദ്ധതി ആയതുകൊണ്ട് ആ കാര്യം അവതരിപ്പിച്ചു. പിന്നെ ഇടപെടലിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി തെറ്റുണ്ടെങ്കിൽ സാർ, ഈ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമൊന്നും അല്ലല്ലോ സാർ ഇവിടെ ചർച്ച ചെയ്തതും കാര്യവും. അന്നേരം അതും ബഡ്ജറ്റ് ചർച്ച പോലെ ചർച്ച പോകുന്നത് അങ്ങ് ഇടപെടേണ്ടിയല്ലയോ?